ഹലോ PSC ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10th പ്രിലിംസിൻ്റെ സ്പെഷ്യൽ റിവിഷൻ ബയോളജി ബ്രെയിൻ പാർട്ട് 5 ആണ്. മിഡ് ബ്രെയിൻ. കാഴ്ച, കേൾവി എന്നിവയുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ പ്രാഥമികമായി വിലയിരുത്തുന്നത് മിഡ് ബ്രെയിൻ ആണ്. കണ്ണുകൾ, പുരികങ്ങൾ എന്നിവയുടെ ചലനത്തിൽ ഈ ഭാഗത്തിന് പ്രധാന പങ്കുണ്ട്. അപ്പോൾ കാഴ്ച, കേൾവി എന്നിവയുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ പ്രാഥമികമായി വിലയിരുത്തുന്നത് എവിടെയാണ്? മിഡ് ബ്രെയിൻ ആണ് വിലയിരുത്തുന്നത്. കണ്ണുകൾ, പുരികങ്ങൾ എന്നിവയുടെ ചലനത്തിലും ഈ ഭാഗത്തിന് പ്രധാന പങ്കുണ്ട്. അടുത്തതായി പോൺസ്. ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടാണ് പോൺസ്. ചോദിച്ചിട്ടുള്ളതാണ്. കണ്ണിലും മുഖത്തുമുള്ള പേശികളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് പോൺസ് ആണ്. അതുപോലെ ശ്വാസോച്ഛ്വാസ നിരക്കിനെയും നിയന്ത്രിക്കുന്നത് പോൺസ് ആണ്. നമ്മൾ പരസ്യത്തിൽ കണ്ടിട്ടുള്ള പോൺസ് പൗഡർ ഓർത്താൽ മതി. മുഖത്ത് പൗഡർ ഇടാറുണ്ടല്ലോ, അതുപോലെ. അപ്പോൾ കണ്ണിലും മുഖത്തുമുള്ള പേശികളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് പോൺസ് ആണ്. അപ്പോൾ ഈ പോൺസ് പൗഡർ നമ്മൾ മുഖത്തിടുമ്പോൾ നല്ല മണമാകുമ്പോൾ നമ്മളിങ്ങനെ മണം ഇങ്ങനെ ശ്വാസം ഇങ്ങനെ വലിച്ചെടുക്കത്തില്ലേ, മണം പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശ്വാസോച്ഛ്വാസ നിരക്കിനെ നിയന്ത്രിക്കുന്നത് പോൺസ് ആണ്. കണ്ണിലും മുഖത്തുള്ള പേശികളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത്, ശ്വാസോച്ഛ്വാസ നിരക്കിനെ നിയന്ത്രിക്കുന്നത് പോൺസ് ആണ്. അടുത്തതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, ഛർദി, ചുമ, തുമ്മൽ തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലോങ്കേറ്റ ആണ്. അനൈച്ഛിക പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആഗ്രഹിക്കുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാനോ അങ്ങനെയൊന്നും നമുക്കത് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത പ്രവർത്തനങ്ങളാണ് അനൈച്ഛിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അനൈച്ഛിക പ്രവർത്തനങ്ങളാണ് ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം. നമുക്ക് വിചാരിക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയം ഇത്ര നേരം ഇടിച്ചുകൊണ്ടിരുന്നു, ഇനി നിർത്തട്ടെ, സ്റ്റോപ്പ് ചെയ്തിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, ഛർദി വരെയാണ്. നമുക്ക് ഛർദിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഛർദി വന്നു കഴിഞ്ഞാൽ നമ്മളങ്ങ് ഛർദിച്ചേ പറ്റത്തുള്ളൂ. അത് കൺട്രോൾ ചെയ്ത് നമുക്ക് നിർത്താൻ പറ്റത്തില്ല. അതുപോലെ തുമ്മൽ, ചുമ ഇങ്ങനെയുള്ള അനൈച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലോങ്കേറ്റ ആണ്. നമ്മൾ കുഞ്ഞിലെ കളിക്ക് പറയുമായിരുന്നു, തലയുടെ പിൻഭാഗത്താണ് ഈ മെഡുല്ല ഒബ്ലോങ്കേറ്റ ഇരിക്കുന്നത്, ഏറ്റവും പുറകിലായിട്ട്. നമ്മൾ ബാക്കിൽ അടിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് സിനിമകളിലും കണ്ടിട്ടില്ല, ഇങ്ങനെ ബാക്കിൽ അടിയിടും പെട്ടെന്ന് അങ്ങ് വീണ് മരിച്ചു പോകും. അതെന്താണ്? അപ്പോൾ മെഡുല്ല ഒബ്ലോങ്കേറ്റ ആണ് ഹൃദയസ്പന്ദനത്തിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് മെഡുല്ല ഒബ്ലോങ്കേറ്റ. നമ്മൾ കുഞ്ഞിലെ പറഞ്ഞ് തമാശയ്ക്ക് പറയുമായിരുന്നു മെഡുല്ല ഒബ്ലോങ്കേറ്റയ്ക്ക് അടികിട്ടി ചത്തുപോവുകയെന്ന്. അപ്പോൾ മെഡുല്ല ഒബ്ലോങ്കേറ്റ അനൈച്ഛിക പ്രവർത്തനങ്ങളെയാണ് നിയന്ത്രിക്കുന്നത്. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, ഛർദി, ചുമ, തുമ്മൽ. ഫസ്റ്റ് പാർട്ടിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഐച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് സെറിബ്രം. അപ്പോൾ അനൈച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഐച്ഛികം സെറിബ്രം, അനൈച്ഛികം മെഡുല്ല ഒബ്ലോങ്കേറ്റ. ബ്രെയിന്, പോൺസ്, മെഡുല്ല ഒബ്ലോങ്കേറ്റ, ഈ 3 പോർഷനും കൂടെ ചേർന്നതാണ് ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. താങ്ക് യു.